ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ കുക്കിംഗ് വീഡിയോ ആയിട്ടല്ല കേട്ടോ വന്നിട്ടുള്ളത്. ഇന്ന് ഞാൻ മൈക്രോഗ്രീൻസിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. മൈക്രോഗ്രീൻസ് പറഞ്ഞാൽ എല്ലാവർക്കും അറിയായിരിക്കാം. നമ്മൾ മണ്ണില്ലാതെ വീട്ടിനകത്ത് അധികം സൂര്യപ്രകാശമൊന്നും ഇല്ലാതെ വളർത്തിയെടുക്കുന്ന ചെടികളാണ് കേട്ടോ. സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ചീര, മുരിങ്ങ അതിനേക്കാളും 10 മടങ്ങ് ന്യൂട്രിയൻസും മിനറൽസും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇതിൽ ഒരുപാട് ആൻറ്റി ഓക്സിഡൻസും അടങ്ങിയിട്ടുണ്ട്. ഇത്തരത്തിൽ ഒരുപാട് ഗുണങ്ങളുള്ള ന്യൂട്രിയൻ പാക്ഡ് ആയിട്ടുള്ള ഫുഡ് ഐറ്റമാണ് മൈക്രോഗ്രീൻസ് കേട്ടോ. അപ്പോൾ നമുക്കിതെങ്ങനെ വളർത്തിയെടുക്കാം എന്ന് നോക്കാം. വീഡിയോയിലോട്ട് പോവാം. ഞാനിവിടെ ഗ്രീൻ പീസിൻ്റെ മൈക്രോഗ്രീൻസാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. അതിനായി ഗ്രീൻ പീസ് തലേ ദിവസം തന്നെ വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 24 hours എങ്കിലും ഇത് സോക്ക് ചെയ്തെടുക്കണം. ഇങ്ങനെ സോക്ക് ചെയ്തെടുത്തിട്ടുള്ള ഗ്രീൻ പീസ് നമുക്ക് എങ്ങനെ മുളപ്പിക്കാമെന്ന് നോക്കാം. ഇത് ചെയ്യാനായി നമുക്കിത് ഇതുപോലൊരു പ്ലാസ്റ്റിക്കിൻ്റെ ബോക്സ് വേണം. ഇത് വന്നിട്ട് കോക്കനട്ട് ഫൈബറാണ് കേട്ടോ. ഇനി അത് നമുക്ക് കുറച്ചേശയായിട്ട് ഈ ബോക്സിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല പോലെ തന്നെ തിക്കായി തന്നെ ഒരു ലെയർ മുഴുവനായും നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഗ്രീൻ പീസ് ഇല്ലേ, അത് ഇതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ വെതറി കൊടുക്കാം കേട്ടോ. അത്യാവശ്യം നല്ല പോലെ തന്നെ വെതറി കൊടുക്കാം. എന്നിട്ട് ഇതിലൊരു കോട്ടൺ തുണി കൊണ്ട് നമുക്കിതൊന്ന് കവർ ചെയ്തെടുക്കാം. നല്ലപോലെ കവർ ചെയ്തിട്ട് നമുക്കിതൊരു ഇരുട്ടുള്ളൊരു റൂമിൽ വെച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതൊരു 3 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ എടുത്ത് നോക്കേണ്ടത്. 3 ദിവസത്തിന് ശേഷം നമ്മൾ ഈ തുണി മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ അതിൽ മുളകൾ പൊട്ടി വന്നിട്ടുണ്ടാവും. ഞാനിത് സ്റ്റോർ റൂമിൽ ഇതുപോലൊരു സ്ഥലത്താണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇതുപോലെ മുള പൊട്ടി കഴിഞ്ഞാൽ നമുക്കിത് ഇവിടെ നിന്നും മാറ്റാം കേട്ടോ. ഇനി നമുക്കിതിനെ ഒരു ജനലിൻ്റെ ഓരത്തേക്ക് ഇനി വെച്ച് കൊടുക്കാം. ചെറിയൊരു രീതിക്ക് സൂര്യപ്രകാശം തട്ടുന്ന ഒരു രീതിക്ക് നമുക്കിങ്ങനെ ജനലോരങ്ങളിൽ ഇത് വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ 2 നേരം വെള്ളം സ്പ്രേ ചെയ്യണം കേട്ടോ. അതായത് ഇതുപോലെ സ്പ്രേ ചെയ്തെടുക്കണം. ദിവസവും 2 നേരം ചെയ്യണം. ഇപ്പോൾ നമ്മുടെ മൈക്രോഗ്രീൻസിന് 6th ഡേ ആയിട്ടുണ്ട് കേട്ടോ. 6 ദിവസം ആയിട്ടുണ്ട്. ഇതൊരു 9 ദിവസമായിട്ടുള്ളൊരു ലെവലാണ്. അപ്പോൾ നമുക്ക് ഇത്ര വളർച്ചയാണ് കാണാൻ പറ്റുന്നത്. ഇനി 13 ഡേയ്സ് ആകുമ്പോഴേക്കും ഇതുപോലെ കുറച്ചും കൂടി നമ്മുടെ മൈക്രോഗ്രീൻസ് വളർന്നു വന്നിട്ടുണ്ട്. ഇത് 16ാമത്തെ ദിവസമാണ്. കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ 16ാമത്തെ ദിവസം ഈ ഒരു വളർച്ചയിലാണ് എത്തിയിട്ടുള്ളത്. ഇനി ഒരു 18ാമത്തെ ദിവസമാകുമ്പോഴേക്കും ഇതിൽ ചെറുതായിട്ട് ലീഫൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഒരു 20-21 ദിവസമാകുമ്പോഴേക്കും ഈ ഒരു ലെവലിലാണ് മൈക്രോഗ്രീൻസ് വളർന്ന് കിട്ടിയിട്ടുള്ളത്. ഇനിയും ഇത് നല്ലപോലെ ഗ്രോത്ത് ആവും കേട്ടോ. ഇത് നല്ലപോലെ വളർന്നതിന് ശേഷം നമുക്കിത് ഇതിൽ നിന്നും മുറിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് തോരനോ കറിയോ എന്തായിട്ട് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. ഇലക്കറികളൊക്കെ ഇഷ്ടമുള്ളവർക്കൊരു ബെസ്റ്റ് ഓപ്ഷനാണിത്. നമുക്ക് വീട്ടിൽ തന്നെ വിഷവസ്തുക്കളൊന്നും ഉപയോഗിക്കാത്ത നല്ല ഇലക്കറികൾ നമുക്ക് കഴിക്കാം കേട്ടോ. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്തുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യണേ. ഇനി അടുത്തൊരു വീഡിയോയുമായി വരാം. ബൈ ബൈ.